إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم من كان يريد العزة فلله العزة جميعا إليه يصعد الكلم الطيب والعمل الصالح يرفعه والذين يمكرون السيئات لهم عذاب شديد ومكر أولئك هو يبور اتقوا الله عباد الله أوصيكم وإياي أولا بتقوى الله സ്നേഹമുള്ള വിശ്വാസിനികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ, കൽപ്പനാ നിർദ്ദേശങ്ങൾ ജീവിതത്തിൽ കൃത്യമായി പാലിക്കുവാനും അവനെ സൂക്ഷിക്കേണ്ട രൂപത്തിൽ സൂക്ഷിച്ച് ജീവിക്കണമെന്നും ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കേവർക്കും അതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇബാദത്തുകൾ സമയബന്ധിതമായി നിർവഹിക്കാൻ, അതിൻ്റെ ആത്മാവ് തൊട്ടറിഞ്ഞ് പ്രവർത്തിക്കാൻ, മനസ്സറിഞ്ഞ് അത് നിലനിർത്താൻ ഒരു വിശ്വാസിയെ സഹായിക്കുന്ന പ്രധാനപ്പെട്ട വിശേഷണമാണ് ഇഹ്സാൻ എന്ന് പറഞ്ഞാൽ. എന്താണ് ഇഹ്സാൻ എന്നുള്ളത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. അൽ ഇഹ്സാൻ അൻ തഅബുദല്ലാഹ കഅന്നക തറാഹു ഫഇൻ ലം തകുൻ തറാഹു ഫഇന്നഹു യറാക. നീ അല്ലാഹുവിനെ ആരാധിക്കലാണ്. അൻ തഅബുദല്ലാഹ കഅന്നക തറാഹു, അല്ലാഹുവിനെ നീ കാണുന്നുണ്ട് എന്ന രൂപത്തിൽ നീ അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യലാണ്. ഫഇൻ ലം തകുൻ തറാഹു ഫഇന്നഹു യറാക. നീ അല്ലാഹുവിനെ കാണുന്നില്ല എങ്കിലും അല്ലാഹു സുബ്ഹാനഹു വ തആല നിന്നെ കാണുന്നുണ്ട്. ഈ രൂപത്തിൽ, ഈ ഒരു ബോധത്തോടെ ഇബാദത്തുകൾ നിർവഹിക്കലാണ് ഇഹ്സാൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹു എന്നെ കാണുന്നുണ്ട്, അല്ലാഹു എന്നെ സദാസമയം നിരീക്ഷിക്കുന്നുണ്ട്, അല്ലാഹു എൻ്റെ കർമ്മങ്ങൾ സൂക്ഷ്മമായി അറിയുന്നുണ്ട്, എൻ്റെ കണ്ണുകളുടെ കട്ടുനോട്ടവും എൻ്റെ ഹൃദയങ്ങളിലെ വിചാരങ്ങളും വികാരങ്ങളുമെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല അറിയുന്നുണ്ട്
എൻ്റെ ഓരോ കർമ്മങ്ങളും സൂക്ഷ്മമായി രേഖപ്പെടുത്തപ്പെടുന്നുണ്ട്. ചെറുതോ വലുതോ ആയിട്ടുള്ള ഒരു കാര്യവും രേഖപ്പെടുത്താതെ വിട്ടുകളയുന്നില്ല എന്നുള്ള രൂപത്തിൽ ഈ കാര്യങ്ങളെല്ലാം ഓർമ്മയുള്ള ഒരു വ്യക്തി അയാളുടെ ഇബാദത്തുകൾ സജീവമായി സമയബന്ധിതമായി നിർവഹിച്ചുകൊണ്ട് ജീവിതത്തിൽ അല്ലാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കാൻ അവന് സാധിക്കും. ആ ഒരു സൂക്ഷ്മതയുള്ള ജീവിതം അവന് നയിക്കാൻ അവൻ ശ്രദ്ധിക്കും. ഒരാൾ ജോലി സമയത്ത് ജോലി സ്ഥലത്തേക്ക് വരുന്നതിൻ്റെയും പോകുന്നതിൻ്റെയും ഹാജർ കൃത്യമായി രേഖപ്പെടുത്തപ്പെടുകയാണ്, ട്രാക്ക് ചെയ്യപ്പെടുകയാണ്. അയാൾ അവിടേക്ക് നേരം വൈകി പോവുകയോ അവിടെ നിന്ന് സമയമാവുന്നതിന് മുമ്പ് നേരത്തെയോ ഇറങ്ങുകയോ ചെയ്യുകയില്ല. കാരണം കൃത്യമായ ഹാജറുണ്ട് വരുന്നതും പോകുന്നതും. അതേപോലെ ഒരാൾ ചെയ്യുന്ന ജോലിയുടെ സ്റ്റാറ്റസ്, ഏൽപ്പിച്ച ജോലികൾ എവിടെ വരെ എത്തി എന്ന് ആഴ്ചയിൽ ഒരാൾ മോണിറ്റർ ചെയ്യുന്നു. ആഴ്ചയിൽ ഒരിക്കൽ മോണിറ്റർ ചെയ്യുന്നു, എവിടെയാണ് ആ ഏൽപ്പിച്ച ജോലി എത്തിയത് എന്ന് മോണിറ്റർ ചെയ്യുന്നു. അങ്ങനെ മോണിറ്റർ ചെയ്യുകയാണെങ്കിൽ അയാളുടെ ആ ജോലിയിൽ വീഴ്ച വരാൻ സാധ്യത കുറവാണ്. അതേപോലെ തന്നെ മാസത്തിൽ അയാളുടെ പെർഫോമൻസ് പരിശോധിക്കുന്നു, അയാളുടെ പെർഫോമൻസ് വിലയിരുത്തപ്പെടുന്നു. അങ്ങനെ ഓരോ മാസവും കൃത്യമായി പരിശോധിക്കുകയാണെങ്കിൽ അയാളെ ഏൽപ്പിച്ച പണികൾ അവതാളത്തിലാവുകയില്ല. വർഷത്തിൽ അയാളുടെ പ്രവർത്തനങ്ങളുടെ ജോലിയുടെ അയാൾ കമ്പനിയിൽ ഉണ്ടായിരുന്ന കാലത്ത് ഒരു വർഷത്തെ പ്രവർത്തനങ്ങളുടെ ജോലികളുടെ മൂല്യം കണക്കാക്കി അതിനനുസരിച്ചാണ് പ്രമോഷൻ എന്നുള്ള കണ്ടീഷൻ വെച്ച് കഴിഞ്ഞാൽ അയാൾ ആ ജോലിയിൽ ആത്മാർത്ഥതയുള്ളവനാകും. എന്നാൽ ഇതിനേക്കാൾ കൃത്യതയുള്ള നിരീക്ഷണം, ഇതിനേക്കാൾ കൃത്യതയുള്ള ഒരു വിലയിരുത്തൽ നമ്മുടെ ജീവിതത്തിൽ നിരന്തരമായി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ ഈ പറഞ്ഞതൊക്കെ ദുനിയാവുമായി ബന്ധപ്പെട്ടാണ്. ദിവസത്തിൽ, ആഴ്ചയിൽ, മാസത്തിൽ, വർഷത്തിൽ നമ്മുടെ ജോലികൾ നോക്കാനും അത് വിലയിരുത്താനും ആളുണ്ടെങ്കിൽ നമുക്ക് ആത്മാർത്ഥതയും അതിൽ കൃത്യതയും ഉണ്ടാകുന്നു എന്നുള്ളത് നമ്മുടെ ബോധ്യമാണ് ദുനിയാവിലെ ജോലിയിൽ. എന്നാൽ അതിനേക്കാൾ കൃത്യമായി ഓരോ ദിവസവും, ഓരോ ആഴ്ചയും, വർഷങ്ങളിലും നമ്മളിൽ ആ വിലയിരുത്തലുകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു എന്ന സത്യം നമ്മൾ മറന്നു കളയുന്നു. ഓരോ ദിവസവും അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് നമ്മുടെ കർമ്മങ്ങൾ അത് ഉയർന്നുകൊണ്ടിരിക്കുന്നു, അത് വിലയിരുത്തപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അതാണ് ഞാൻ ഓതി വച്ച ആയത്തിൽ ഇലൈഹി യസ്അദുൽ കലിമുത് ത്വയ്യിബു വൽ അമലുസ് സ്വാലിഹു യർഫഉ. അവങ്കലേക്കാണ് ഉത്തമമായ വചനങ്ങൾ കയറിപ്പോകുന്നത്, നല്ല പ്രവർത്തനത്തെ അവൻ ഉയർത്തുകയും ചെയ്യുന്നു. ഒന്നാമതായി ഓരോ ദിവസവും ഈ വിലയിരുത്തലുണ്ട് എന്നാണ്. ഓരോ ദിവസവും മനുഷ്യരുടെ പ്രവർത്തനത്തെക്കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ ദിവസവും ചോദിച്ചറിയുന്നുണ്ട്. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ, യതആഖബൂന ഫീകും മലായികത്തും ബില്ലൈൽ വമലായികത്തും ബിന്നഹാർ. രാത്രിയിലും പകലും മാറി മാറി വരുന്ന മലക്കുകൾ നിങ്ങൾക്കിടയിലുണ്ട്. യജ്തമിഊന ഫീ സ്വലാത്തിൽ ഫജ്രി വസ്വലാത്തിൽ അസ്ർ. അവർ സുബ്ഹ് നമസ്കാരത്തിലും അസ്ർ നമസ്കാരത്തിലും ഒരുമിച്ച് കൂടുന്നു. ثم يعرج الذين باتوا فيكم. ശേഷം നിങ്ങളോടൊപ്പം രാത്രി ചെലവഴിച്ചവർ അല്ലാഹുവിലേക്ക് കയറിപ്പോകുന്നു, മുകളിലേക്ക് കയറിപ്പോകുന്നു.
ഫയസ്അലുഹും വഹുവ അഅലമു ബിഹിം കൈഫ തറക്തും ഇബാദി. അല്ലാഹു തആല അവരോട് ചോദിക്കുമെന്നാണ്. അവരെ കുറിച്ച് ഏറ്റവും നന്നായി അറിയുന്നവരായിരുന്നിട്ടും അല്ലാഹു പ്രത്യേകം അവരോട് ചോദിക്കുന്നു, കൈഫ തറക്തും ഇബാദി, എൻ്റെ അടിമകളെ നിങ്ങൾ എങ്ങനെയാണ് വിട്ടേച്ചു പോയത്? നിങ്ങൾ പോരുമ്പോൾ എന്തായിരുന്നു അവരുടെ അവസ്ഥ, മനുഷ്യരുടെ അവസ്ഥ എന്ന് അല്ലാഹു അവരോട് ചോദിക്കും. ഫയഖൂലൂൻ, ആ സമയത്ത് അവർ പറയുന്ന മറുപടി, തറക്നാഹും വഹും യുസല്ലൂൻ വഅതൈനാഹും വഹും യുസല്ലൂൻ, ഞങ്ങൾ ചെല്ലുന്ന സമയത്തും അവർ നമസ്കാരത്തിലാണ്, ഞങ്ങൾ പോരുന്ന സമയത്തും അവർ നമസ്കാരത്തിലാണ്. ഞങ്ങൾ ചെല്ലുന്ന സമയത്തും അവർ നമസ്കാരത്തിലാണ്, ഞങ്ങൾ പോരുന്ന സമയത്തും അവർ നമസ്കാരത്തിലാണ്. ഇതേപോലെ ഓരോ ദിവസവും മലക്കുകൾ നമ്മളെപ്പറ്റി റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മൾ ഫജ്ർ നമസ്കാരത്തിന് എവിടെയാണ്? നമ്മളെ ബെഡിലാണ്. നമ്മളെ സംബന്ധിച്ചുള്ള റിപ്പോർട്ട് എന്തായിരിക്കും? അസർ നമസ്കാരം നമുക്കുണ്ടോ? ആലോചിച്ച് നോക്കുക. അല്ലാഹു തആല തൗഫീഖ് ചെയ്യട്ടെ, അല്ലാഹു തആല തൗഫീഖ് ചെയ്യട്ടെ. രണ്ടാമതായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ, രണ്ടാമതായി എപ്പോഴാണ് വിലയിരുത്തപ്പെടുന്നത്? കർമ്മങ്ങൾ അല്ലാഹുവിലേക്ക് ഉയരുന്നത് രണ്ടാമതായി എപ്പോഴാണ്? ആഴ്ചയിൽ 2 ദിവസം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, തുഅറദു അഅമാലുൻ നാസി കുല്ല ജുമുഅത്തിൻ മർറതൈൻ, ഒരാഴ്ചയിൽ 2 പ്രാവശ്യം ജനങ്ങളുടെ കർമ്മങ്ങൾ അല്ലാഹുവിന്റെ മുന്നിൽ പ്രദർശിപ്പിക്കപ്പെടുന്നു, അല്ലാഹുവിന്റെ മുന്നിൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു. യൗമൽ ഇസ്നൈനി വ യൗമൽ ഖമീസ്, തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയുമാണത്. എന്നിട്ടോ ഫയഗ്ഫറു ലികുല്ലി അബ്ദിൻ മുഅ്മിൻ, ഫയഗ്ഫറു ലികുല്ലി അബ്ദിൻ മുഅ്മിൻ, എല്ലാ വിശ്വാസികളും പൊറുക്കപ്പെടുന്നതാണ്, അവരുടെ പാപങ്ങൾ പുറത്തു കൊടുക്കപ്പെടുന്നതാണ്. എന്നിട്ട് റസൂലുള്ളാഹി പറയാണ്, ഇല്ലാ അബ്ദൻ കാനത് ബൈനഹു വ ബൈന അഖീഹി ശഹ്ന, ഒരാൾക്ക് അല്ലാഹു തആല പുറത്തു കൊടുക്കുകയില്ല. എന്തുകൊണ്ടാണ് പുറത്തു കൊടുക്കാത്തത്? അയാൾക്ക് പൊറുക്കപ്പെടാത്തത്, അയാൾക്കും വേറൊരാൾക്കും തമ്മിൽ വിദ്വേഷമുണ്ട്, പിണക്കമുണ്ട്. പിണക്കമുള്ള 2 ആളുകൾ, വിദ്വേഷം മനസ്സിൽ കൊണ്ട് നടക്കുന്ന ആളുകൾ, അവരുടെ പ്രവർത്തനങ്ങൾ അല്ലാഹു തആല താൽക്കാലികമായി സ്വീകരിക്കുകയില്ല. അവരെ പറ്റി അല്ലാഹു തആല പറയുന്നത്, ഫയുഖാൽ, പറയപ്പെടുന്ന കാര്യം, ഉത്റുകൂ ഹാദൈനി ഹത്താ യഫീആ, 2 ആളും നന്നാകുന്നത് വരെ അവരുടെ പ്രവർത്തനങ്ങൾ അവിടെ നിൽക്കട്ടെ. 2 ആളും നന്നാകുന്നത് വരെ വിട്ടേക്കുക, അവരുടെ പ്രവർത്തനങ്ങൾ സ്വീകരിക്കേണ്ടതില്ല എന്ന് പറയപ്പെടുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആഴ്ചയിൽ 2 തവണ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല എൻ്റെ കാര്യത്തിൽ തൃപ്തിപ്പെടുകയും എനിക്ക് പാപമോചനം ലഭിക്കുകയും ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? എനിക്ക് പക ഉണ്ടാവാൻ പാടില്ല, വിദ്വേഷമുണ്ടാകാൻ പാടില്ല, പിണക്കങ്ങൾ ഉണ്ടാകാൻ പാടില്ല. നമ്മൾ ആലോചിച്ച് നോക്കുക, നമ്മൾ എത്ര ആളുകളോട് പിണങ്ങിയാണ് ജീവിക്കുന്നത്? എത്ര ആളുകളോട് വിദ്വേഷത്തോടെയാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്? എത്ര ആളെ പറ്റിയാണ് പകയോടെയുള്ള മനസ്സോടെ നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്? അല്ലാഹു തആല കാത്തു രക്ഷിക്കുമാറാകട്ടെ. നമ്മൾ രക്ഷപ്പെടണമെങ്കിൽ അതെല്ലാം ഒഴിവാക്കണം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മുടെ കർമ്മങ്ങൾ അക്സെപ്റ്റഡ് ആവണമെങ്കിൽ, നമ്മുടെ കർമ്മങ്ങൾ സ്വീകരിക്കപ്പെടണമെങ്കിൽ ചെയ്യേണ്ട കാര്യം അടിമകളോടുള്ള പിണക്കം മാറ്റുക, വിദ്വേഷം മാറ്റുക, പക മാറ്റുക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്. മൂന്നാമത്തെ സന്ദർഭം ഒരു മാസമാണ്, ഒരു വർഷത്തിൽ ഒരു മാസം. ആ മാസത്തിൽ വഹുവ ശഹ്റുൻ തുർഫഉ ഫീഹിൽ അഅമാലു ഇലാ റബ്ബിൽ ആലമീൻ,
ലോകരക്ഷിതാവിങ്കലേക്ക് അമലുകൾ ഉയർത്തപ്പെടുന്ന മാസം. എന്നിട്ട് റസൂലുള്ളാഹി പറയാണ്, ഫഉഹിബ്ബു അൻ യുർഫഅ അമലി വഅന സ്വായിം. ഞാൻ നോമ്പുകാരനായിരിക്കെ എൻ്റെ കർമ്മങ്ങൾ ഉയർത്തപ്പെടണമെന്ന് ഇഷ്ടപ്പെടുന്നു. ഏതാണ് ആ മാസം? ശഅബാൻ മാസമാണ്. ശഅബാൻ മാസം. ആ ശഅബാൻ മാസത്തിലാണ് നമ്മളുള്ളത്. ശഅബാനെ സംബന്ധിച്ച് ഉസാമ റളിയല്ലാഹു അൻഹു ചോദിക്കാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട്, യാ റസൂലല്ലാഹ്, റസൂലേ, ലമ്മറക തസൂമു ശഹ്റൻ മിന ശുഹൂരി മാ തസൂമു മിൻ ശഅബാൻ. ശഅബാനിൽ നോമ്പെടുക്കുന്നത് പോലെ ഒരു മാസത്തിലും നോമ്പെടുക്കുന്നതായി ഞാൻ കണ്ടിട്ടില്ലല്ലോ. അത്രയധികം ശഅബാനിൽ താങ്കൾ നോമ്പനുഷ്ഠിക്കുന്നുണ്ടല്ലോ. അതിൻ്റെ മറുപടി നമ്മൾ നേരത്തെ കഴിഞ്ഞ ആഴ്ച വിശദീകരിച്ചതാണ്. ഒന്നാമത്തെ കാര്യം, റജബിന്റെയും റമദാനിന്റെയും ഇടയിൽ ജനങ്ങൾ അശ്രദ്ധമാകുന്ന ഒരു മാസമാണ് ശഅബാൻ. രണ്ടാമത്തെ കാര്യം, റബ്ബിലേക്ക് നമ്മുടെ കർമ്മങ്ങൾ ഉയർത്തപ്പെടുന്ന മാസമാണ് വർഷത്തിലൊരിക്കൽ. അതുകൊണ്ട് ഞാൻ ഇഷ്ടപ്പെടുന്നു നോമ്പുകാരനായിരിക്കെ എൻ്റെ കർമ്മങ്ങൾ ഉയർത്തപ്പെടണമെന്ന് ഞാൻ ഇഷ്ടപ്പെടുന്നു, ഞാൻ വിചാരിക്കുന്നു, ഞാൻ ആഗ്രഹിക്കുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് എന്ത് ചെയ്യണം? നമ്മൾ അധ്വാനിക്കണം, നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണം, പരലോകത്തിന് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യണം, പരലോകത്തിന് വേണ്ടി അധ്വാനിക്കണം, പരലോകത്തിന് വേണ്ടി പണിയെടുക്കണം. യാ അയ്യുഹൽ ഇൻസാൻ, മനുഷ്യരെ, ഇന്നക കാദിഹുൻ ഇലാ റബ്ബിക കദ്ഹൻ ഫമുലാഖി. നീ നിന്റെ രക്ഷിതാവിലേക്ക് കടുത്ത അധ്വാനം നടത്തി ചെല്ലുന്നവനാണ്. ഫമുലാഖി, അങ്ങനെ അവനെ കണ്ടുമുട്ടുന്നവനാണ്. അതിന്റെ റിസൾട്ടാണ് പരലോകത്ത് ഏതൊരുവനാണ് തന്റെ രേഖ വലതു കയ്യിൽ നൽകപ്പെട്ടുവോ പരലോകത്ത് രേഖ വലതു കയ്യിൽ നൽകപ്പെട്ടവൻ അവന് ലഘുവായ വിചാരണക്ക് മാത്രം വിധേയനാകുന്നതാണ്. ലഘുവായ വിചാരണ, എളുപ്പമുള്ള വിചാരണ. വയൻഖലിബു ഇലാ അഹ്ലിഹി മസ്റൂറ, അവൻ അവന്റെ സ്വന്തക്കാരുടെ അടുത്തേക്ക് സന്തുഷ്ടനായിക്കൊണ്ട് സന്തോഷത്തോടു കൂടി തിരിച്ചു പോകുന്നതാണ്. എന്നാൽ ഏതൊരുവന് തന്റെ രേഖ അവന്റെ മുതുകിന്റെ പിന്നിലൂടെ കൊടുക്കപ്പെട്ടുവോ അവൻ നാശമേ എന്ന് നിലവിളിക്കുന്നതാണ്. ആളിക്കത്തുന്ന നരകാഗ്നിയിൽ കടന്നെരിയുന്നതാണ്. അല്ലാഹു തആല കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഇന്നഹു കാന ഫീ അഹ്ലിഹി മസ്റൂറ, തീർച്ചയായും ദുനിയാവിൽ അവൻ അവന്റെ സ്വന്തക്കാർക്കിടയിൽ സന്തോഷത്തോടെ കഴിയുന്നവനായിരുന്നു, സന്തോഷത്തോടെ ജീവിച്ചവനായിരുന്നു. എന്നാൽ അതവന് ഉപകാരപ്പെടുകയില്ല, അവന് നരകത്തിൽ കടന്നെരിയുന്നതാണ്. ഇന്നഹു വന്ന അല്ലൻ യഹൂർ, എന്തുകൊണ്ടാണ് അവന് ഈ അവസ്ഥ വരാൻ കാരണം? ഇന്നഹു വന്ന അല്ലൻ യഹൂർ, തീർച്ചയായും അവൻ ധരിച്ചത്, അവൻ വിചാരിച്ചത്, അവൻ മടങ്ങി വരുകയേ ഇല്ല എന്നാണ്. ഒരു മടക്കമില്ല എന്നാണ്. മരണത്തിന് ശേഷം ജീവിതമില്ല എന്നാണ്. മരണത്തിന് ശേഷം സ്വർഗനരകങ്ങളില്ല എന്നാണ്. മരണത്തോടുകൂടി എല്ലാം അവസാനിക്കുമെന്നാണ്. ബലാ ഇന്ന റബ്ബഹു കാന ബിഹി ബസീറ, എന്നാൽ അല്ലാഹു തആല അവനെ പറ്റി കണ്ടറിയുന്നവനാണ്. അതുകൊണ്ട് എന്ത് ചെയ്യണം? ആ പരലോകത്തേക്ക് വേണ്ടി അധ്വാനിക്കാൻ നമ്മൾ തയ്യാറാവണം. നമ്മളെ സംബന്ധിച്ച് ഓരോ ദിവസത്തിലും, ഓരോ ആഴ്ചയിലും, ഓരോ വർഷത്തിലും റിപ്പോർട്ട് ചെയ്യപ്പെടുമ്പോൾ അല്ലാഹു തആല തൃപ്തിപ്പെടുന്ന അടിമകളായി തീരാൻ നാം പരിശ്രമിക്കേണ്ടത്
നമ്മുടെ ആവശ്യമാണ്, ബാധ്യതയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കേവർക്കും അതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് ഹംദൻ കസീറൻ ത്വയ്യിബൻ ലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വഅസ്ഹാബിഹി വസല്ലമ കസീറൻ മസീദൻ ഇലാ യൗമിദ്ദീൻ. അമ്മാ ബഅദ്. ഒരിക്കൽ കൂടി അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ അനുസരിച്ച് കൊണ്ട് ജീവിക്കണമെന്ന് ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തെ സംബന്ധിച്ച് ഓരോ ദിവസവും, ഓരോ ആഴ്ചയും, ഓരോ മാസവും, ഓരോ വർഷവും റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട് എന്നുള്ളതും, അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ചുകൊണ്ട് വളരെ കൃത്യതയോടെ സമയബന്ധിതമായി ആരാധനാ കർമ്മങ്ങൾ നിർവഹിച്ചുകൊണ്ട് അല്ലാഹുവിൻ്റെ തൃപ്തി നേടണമെന്നാണ് നമ്മൾ ചുരുങ്ങിയ രൂപത്തിൽ പറഞ്ഞത്. അല്ലാഹു തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ശഅബാൻ മാസത്തിലാണ് റസൂല് പറഞ്ഞതുപോലെ ആളുകൾ അശ്രദ്ധമാകുന്ന മാസം. പക്ഷേ ഇപ്പോൾ ജനങ്ങൾ അശ്രദ്ധമാകുക എന്നുള്ളത് സുന്നത്തിൽ നിന്ന് മാത്രമാണ് അശ്രദ്ധമാകുന്നത്. ബിദ്അത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ഒരു അവസ്ഥാവിശേഷത്തിൽ നമ്മൾ എത്തിപ്പെട്ടിരിക്കുകയാണ്. അതിന് പണ്ഡിതന്മാർ അതിലേക്ക് സാധാരണ ജനങ്ങളെ നയിക്കുന്ന ഒരവസ്ഥയിലേക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതുപോലെ, ഇന്നമാ അഖാഫു അലാ ഉമ്മതി അൽ അഇമ്മത്തൽ മുദില്ലീൻ, എൻ്റെ സമുദായത്തിൻ്റെ കാര്യത്തിൽ വഴിതെറ്റിക്കുന്ന നേതാക്കളെയാണ് ഞാൻ ഭയപ്പെടുന്നത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ആ രൂപത്തിൽ ജനങ്ങളെ വഴിതെറ്റിക്കുന്ന പണ്ഡിതന്മാരു കൂടിയുള്ള സമയമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല എന്താണോ പഠിപ്പിച്ചത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെയാണോ കാണിച്ചത്, ആ രൂപത്തിലാണ് ശഅബാൻ മാസത്തിൽ നമ്മുടെ കർമ്മങ്ങൾ ഉണ്ടാവേണ്ടത്. അല്ലാഹു തആല തൗഫീഖ് ചെയ്യട്ടെ. ഒന്നാമത്തെ കാര്യം, നമ്മൾ ഒഴിവാക്കേണ്ട കാര്യങ്ങൾ, ബിദ്അത്തായിട്ടുള്ള കാര്യങ്ങൾ, റസൂല് പറയാത്ത കാര്യങ്ങൾ, സ്വഹാബികൾ ചെയ്യാത്ത കാര്യങ്ങൾ, അതെല്ലാം നമ്മൾ ഒഴിവാക്കുക. അതിലൊന്നാമത്തെ കാര്യമാണ് ശഅബാൻ 15 ബറാഅത്ത് രാവ് എന്ന പേരിൽ പ്രത്യേകമായ ആചാരങ്ങൾ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലോ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിൻ്റെ അധ്യാപനങ്ങളിലോ പഠിപ്പിച്ചതായിട്ട് അതിലേതെങ്കിലും ഒരു പരാമർശം സ്വഹീഹായ ഹദീസായി നിലവിലില്ല. ശഅബാൻ 15 പ്രത്യേകമായിട്ടുള്ള നോമ്പ്, ശഅബാൻ 15 പ്രത്യേകമായിട്ടുള്ള നോമ്പ്. ശഅബാൻ 15 എന്ന് പറയുമ്പോൾ എല്ലാ മാസവും 13, 14, 15 ദിവസങ്ങളിലെ നോമ്പുണ്ട്, അയ്യാമുൽ ബീദിന്റെ നോമ്പ്. ഈ ശഅബാൻ 15 നോമ്പിനെ സംബന്ധിച്ച് ശാഫിഈ മദ്ഹബിലെ പണ്ഡിതനായ ഇമാം ഇബ്നുൽ ഹജർ അൽ ഹൈതമി റഹിമഹുല്ലാഹ് പറയാൻ, ഞങ്ങൾ ഷാഫികളാണ് ഷാഫി മദ്ഹബുകാരാണ് എന്ന് പറയുന്ന ആളുകളാണല്ലോ ഈ നോമ്പെടുക്കുന്നത്. ശാഫിഈ മദ്ഹബിലെ പണ്ഡിതനായിട്ടുള്ള ഇമാം ഇബ്നുൽ ഹജർ അൽ ഹൈതമി റഹിമഹുല്ലാഹ് പറയാൻ, വഅമ്മാ സൗമു യൗമിഹാ ഫഹുവ സുന്നത്തുൻ മിൻ ഹൈസു കൗനിഹി മിൻ ജുംലത്തിൽ അയ്യാമിൽ ബീദ്. ബറാഅത്ത് രാവിന്റെ പകലിൽ നോമ്പെടുക്കൽ, ശഅബാൻ 15 പകലിൽ നോമ്പെടുക്കൽ, ആ പകല് അയ്യാമുൽ ബീദിൽ പെട്ടതാണ് എന്നുള്ള നിലക്ക് സുന്നത്താണ്. ലാ മിൻ ഹൈസു ഖുസൂസിഹി, ശഅബാൻ 15 എന്നുള്ളതിൻ്റെ പ്രത്യേകത കൊണ്ടല്ല, ശഅബാൻ 15 എന്നതുള്ളതിൻ്റെ പ്രത്യേകത കൊണ്ടല്ല സുന്നത്ത്, നേരെ മറിച്ച് അയ്യാമുൽ ബീദിൽപ്പെട്ട ഒരു ദിവസമാണ് എന്നതുകൊണ്ടാണ്. ഇനി അതിൽ പറയുന്ന ഹദീസ്, വൽ ഹദീസിൽ മദ്കൂറു അൻ ഇബ്നു മാജ ദഈഫ്, ഇബ്നു മാജയിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഹദീസ്, ഇബ്നു മാജ ഉദ്ധരിക്കുന്ന ഹദീസ് അത് ദഈഫുമാണ്. ആര്? ശാഫിഈ മദ്ഹബിൽപ്പെട്ട ഇമാം ഇബ്നു ഹജർ ഹൈതമി റഹിമഹുല്ലാഹ് പറയാം. അതേപോലെ 15 രാവിലെ നമസ്കാരം, ആ നമസ്കാരത്തെ പറ്റി രണ്ടാം ഷാഫി എന്ന് അറിയപ്പെടുന്ന ഇമാം നവവി റഹിമഹുല്ലാഹ് പറയാൻ, ഇമാം നവവി റഹിമഹുല്ലാഹ് പറയാൻ, അസ്വലാത്തുൽ മഅറൂഫ ബിസ്വലാത്തിർ റഗായിബ്
റഗായിബ് നമസ്കാരം എന്നറിയപ്പെടുന്ന നമസ്കാരം, റജബിലെ നമസ്കാരം, വസ്വലാത്തു ലൈലത്തി നിസ്ഫി ശഅബാൻ, ശഅബാൻ മാസത്തിലെ ശഅബാൻ 15 നമസ്കാരം, 100 റക്അ 100 റക്അത്തുള്ള ആ നമസ്കാരം, വഹാതാനി സ്വലാതാനി ബിദ്അതാനി വമുൻകറതാനി ഖബീഹതാൻ. എത്ര മോശമാക്കിയിട്ടാണ് പറയുന്നത്. വഹാതാനി അസ്വലാതാനി, ഈ 2 നമസ്കാരങ്ങളും, റജബിലെ നമസ്കാരവും റഗായിബ് നമസ്കാരം എന്ന് പറയുന്ന റജബിലെ നമസ്കാരവും, അതേപോലെ തന്നെ ശഅബാൻ 15 നമസ്കാരവും, ബിദ്അതാനി, രണ്ടും ബിദ്അത്താണ്, വമുൻകറതാനി, വെറുക്കപ്പെട്ടതാണ്, ഖബീഹതാനി, മോശപ്പെട്ട വെറുക്കപ്പെട്ട ബിദ്അത്താണ് ഈ 2 നമസ്കാരം. ആര് പറയുന്നു? രണ്ടാം ശാഫിഈ ഇമാം നബവി റഹിമഹുല്ലാഹ്. വലാ യുഗ്തറു ബിദിക്രിഹിമാ ഫീ കിതാബി ഖൂത്തുൽ ഖുലൂബ്, ഖൂത്തുൽ ഖുലൂബ് എന്ന ഗ്രന്ഥത്തിൽ ഉണ്ട് എന്നുള്ളത് കൊണ്ട് നീ വഞ്ചിതനാവണ്ട. വ ഇഹ്യാഉ ഉലൂമുദ്ദീൻ, ഇഹ്യാഉ ഉലൂമുദ്ദീൻ എന്ന ഗ്രന്ഥത്തിലും, ഖൂത്തുൽ ഖുലൂബ് എന്ന ഗ്രന്ഥത്തിലും, ഇഹ്യാഉ ഉലൂമുദ്ദീൻ എന്ന ഗ്രന്ഥത്തിലും ഈ 2 നമസ്കാരങ്ങളുണ്ട് എന്നുള്ളതിൽ നീ വഞ്ചിതനാകണ്ട. വലാ ബിൽ ഹദീസിൽ മദ്കൂരി ഫീഹിമാ, ആ 2 നമസ്കാരങ്ങളിലുള്ള ഹദീസുകളിലും നീ വഞ്ചിതനാകരുത്. കാരണം ഫഇന്ന കുല്ല ദാലിക ബാത്തിൽ, അതെല്ലാം ബാത്തിലാണ്, നിരർത്ഥകമാണ്, ദഈഫ് മൗദൂആണ്. ആര് പറയുന്നു? രണ്ടാം ശാഫിഈ ഇമാം നബവി റഹിമഹുല്ലാഹ്. അതേപോലെ ശഅബാൻ 15 രാവിൽ 1000 തവണ സൂറത്തുൽ ഇഖ്ലാസ് പാരായണം ചെയ്യാം. 1000 തവണ സൂറത്തുൽ ഇഖ്ലാസ് പാരായണം ചെയ്യാം. ഹദീസുകൾ അതിനെപ്പറ്റി പരാമർശമില്ല. സ്വഹീഹായ ഹദീസിൽ അതിനെപ്പറ്റി പരാമർശമില്ല. അതുപോലെ തന്നെ ശഅബാൻ 15 രാവിൽ 6 റക്അത്ത് നമസ്കരിക്കാം. 6 റക്അത്ത് പ്രത്യേകമായ നമസ്കാരം, അതിനെപ്പറ്റിയും സ്വഹീഹായ ഹദീസിൽ പരാമർശമില്ല. അതേപോലെ ശഅബാൻ 15 രാവിൽ തന്നെ സൂറത്തു യാസീൻ പ്രത്യേകമായി പാരായണം ചെയ്യാം. അതെന്തിനാണ് യാസീൻ? അത് ആദ്യത്തെ യാസീൻ ദീർഘായുസിനും ആരോഗ്യത്തിനും, അതേപോലെ രണ്ടാമത്തേത് സമ്പത്തുണ്ടാകാൻ, സന്താനങ്ങളുണ്ടാകാൻ, അതേപോലെ സമ്പത്തിലും സന്താനത്തിലും കുടുംബത്തിലും വീട്ടിലൊക്കെ ഐശ്വര്യമുണ്ടാകാൻ, അതാണ് രണ്ടാമത്തെ യാസീൻ. മൂന്നാമത്തേത് നമ്മുടെ ജീവിതത്തിൻ്റെ അവസാനം നന്നാകാൻ, വിശ്വാസത്തോടെ മരിക്കാൻ, ഇങ്ങനെയാണ്. പക്ഷെ എന്തില്ല? സ്വഹീഹായ ഹദീസ് ഇല്ല. അതുകൊണ്ട് നമുക്ക് വേണ്ട. അതേപോലെ തന്നെ ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ എന്ന ദിക്ർ കൂടുതലായി ചൊല്ലുകയാണെങ്കിൽ ആ വർഷം എല്ലാ ആപത്തുകളിൽ നിന്നും അല്ലാഹു തആല അവന് രക്ഷ നൽകും, കടങ്ങൾ വീടും. പക്ഷെ എന്തില്ല? സ്വഹീഹായ ഹദീസ് ഇല്ല. അതുകൊണ്ട് നമുക്ക് വേണ്ട. സൂറത്തു ദുഖാൻ 1 പ്രാവശ്യം പാരായണം ചെയ്യാം. സ്വഹീഹായ ഹദീസ് ഇല്ല. സ്വഹീഹായ ഹദീസ് ഉള്ളത് തന്നെ ധാരാളം നമുക്ക് ചെയ്യാണ്ട്. സ്വഹീഹായ ഹദീസ്, അഭിപ്രായ വ്യത്യാസമില്ലാത്ത ഹദീസ്. നിങ്ങൾക്ക് ഒരു ദിവസം എത്രയും നമസ്കരിക്കാൻ തോന്നുകയാണ് ഒരാൾക്ക്, ഐച്ഛികമായ നമസ്കാരം. ആ നമസ്കാരം നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും നിസ്കരിക്കാം. ശഅബാനിൽ നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും നോമ്പ് അനുഷ്ഠിക്കാം, അഭിപ്രായ വ്യത്യാസമൊന്നുമില്ല. പക്ഷേ ഏതെങ്കിലും ഒരു സമയം, പ്രത്യേകമായ സമയം, പ്രത്യേകമായ എണ്ണം, പ്രത്യേകമായ പേര്, ഇതൊക്കെ കൊടുത്ത് ചെയ്യുകയാണെങ്കിൽ അതിന് റസൂലിൻ്റെ മാതൃക വേണം. റസൂലിൻ്റെ മാതൃക ഇല്ലാത്തത് നമ്മൾ ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് നമ്മൾ രക്ഷപ്പെടാൻ അനിവാര്യമായിട്ടുള്ളത്. അല്ല എങ്കിൽ
ഏതെങ്കിലും കാലഘട്ടത്തിൽ പണ്ഡിതന്മാർ ആ കാര്യം പറഞ്ഞിട്ടുണ്ട് എങ്കിൽ ദഈഫായ ഹദീസുകൾ അനുസരിച്ച് ആയിരിക്കും അവർക്കന്ന് സ്വഹീഹാണ് എന്ന് വിചാരിച്ചുകൊണ്ട് പറഞ്ഞതായിരിക്കും. പക്ഷേ ഇന്ന് സ്വഹീഹായ ഹദീസും ദഈഫായ ഹദീസും എന്ന് പറഞ്ഞാൽ റസൂല് പറഞ്ഞു എന്ന് ഉറപ്പുള്ള ഹദീസും റസൂല് പറഞ്ഞു എന്ന് ഉറപ്പില്ലാത്ത ഹദീസും കൃത്യമായി വേർതിരിക്കപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത്? അത് ഉറപ്പുള്ള കാര്യങ്ങൾ മാത്രം ചെയ്യാം, പകർത്തുക. ശഅബാൻ മാസത്തിൽ ആ ഉറപ്പുള്ള കാര്യങ്ങൾ മാത്രം പകർത്താൻ തന്നെ ധാരാളമുണ്ട്. എല്ലാ ദിവസവും നോമ്പനുഷ്ഠിക്കാം, വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യാം, ദുആ ദിക്റുകൾ അനവധിയുണ്ട്, നിരവധിയുണ്ട്. ഒരാൾക്ക് ആരാധന ചെയ്യുക എന്നുള്ളതാണ് അയാളുടെ ഉദ്ദേശമെങ്കിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു തന്നെ ധാരാളമുണ്ട് എന്ന് മനസ്സിലാക്കി സംശയമില്ലാത്തത് ചെയ്ത് സംരക്ഷിക്കപ്പെടുന്ന സുരക്ഷയുള്ള ആളുകളായി തീരാൻ നമ്മൾ പരിശ്രമിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു തആല നമുക്കേവർക്കും അതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് വന്നുപോയിട്ടുള്ള പാപങ്ങൾ റഹ്മാനും റഹീമുമായ റബ്ബ് സുബ്ഹാനഹു തആല വിട്ടുപുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. എല്ലാവർക്കും ആരോഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. രോഗം കൊണ്ട് കഷ്ടപ്പെടുന്ന, അപകടം കൊണ്ട് കഷ്ടപ്പെടുന്ന ധാരാളം ആളുകൾ നമ്മുടെ ഇടയിലുണ്ട്, നമ്മുടെ കൂട്ടത്തിലുണ്ട്, മഹല്ലിലുണ്ട്, നമ്മുടെ കുടുംബത്തിലുണ്ട്, നമ്മുടെ നാട്ടിലുണ്ട്. അല്ലാഹു സുബ്ഹാനഹു തആല അവൻ്റെ റഹ്മത്ത് കൊണ്ട് അവർക്ക് ഏവർക്കും ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവർക്കും സാമ്പത്തിക ഭദ്രത നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. اللهم اغفر المؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم يا مقلب القلوب ثبت قلوبنا على دينك. اللهم يا مقلب القلوب ثبت قلوبنا على دينك. اللهم يا مصرف القلوب صرف قلوبنا إلى طاعتك. اللهم انصر المسلمين في كل مكان. اللهم انصر المسلمين في كل مكان. اللهم انصر المسلمين في كل مكان. اللهم أجرنا من النار. اللهم أجرنا من النار. اللهم أجرنا من النار. اللهم أجرنا وأجر والدنا من النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. والحمد لله رب العالمين.